മഹാശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന അപൂർവമായ ലക്ഷ്മി നാരായണ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. സൂര്യനും രാഹുവും കുംഭം രാശിയിൽ ഫെബ്രുവരി 15 ഒരുമിക്കുന്നു. ഇതുകൂടാതെ ബുധനും ശുക്രനും ഇതേ രാശിയിൽ ഈ സമയം സംയോജിക്കുന്നു. അതെല്ലാം തന്നെ ലക്ഷ്മി നാരായണ രാജയോഗമാണ് നൽകുന്നത്. ഈ സമയം ചില രാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നോക്കാം. മിഥുനം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും പുതിയ അവസരങ്ങളും തേടിയെത്തും. ഔദ്യോഗിക ബിസിനസ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ സംഭവിക്കും. മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നേട്ടങ്ങൾ സംഭവിക്കും. ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം ലക്ഷ്മി നാരായണ രാജയോഗം ധാരാളം ഗുണാനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സമാധാനവും സ്നേഹവും പിന്തുണയും ലഭിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. ദൂരയാത്രകൾക്കോ വിദേശ താമസത്തിനോ അവസരങ്ങൾ തേടിയെത്തും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. തുലാം രാശി. ഈ രാശിക്കാർക്ക് ഏത് കാര്യവും പ്രശ്നങ്ങളും എല്ലാം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. സർഗാത്മക കഴിവുകളാൽ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. മക്കളിൽ നിന്ന് നല്ല വാർത്തകൾ തേടിയെത്തും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും തേടിയെത്തും. ഇടവം രാശി. ഔദ്യോഗിക ജീവിതം മികച്ചതായിരിക്കും. സർക്കാർ, തൊഴിൽ, ബിസിനസ് മേഖലകളിൽ വിജയം ഉറപ്പാക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുകയും പ്രതിച്ഛായ ശക്തിപ്പെടുകയും ചെയ്യും. ശ്രദ്ധേയമായ വിജയങ്ങളും ഈ സമയം നിങ്ങളെ തേടിയെത്തിയേക്കാം. മേടം രാശി. പുതിയ വരുമാന മാർഗങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ബന്ധുക്കളുടെ സഹായത്താൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കപ്പെടും. ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും തേടിയെത്തും.